ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ജേർണി തുടങ്ങി അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പല വഴികൾ ഉപയോഗിച്ച് നമ്മളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ജേർണൽ എഴുതുന്നുണ്ട്, അതായത് നമ്മൾ സ്ക്രിപ്റ്റിംഗ് എഴുതി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മൈൻഡ് മൂവി, നമ്മളുടെ സ്വന്തം ഒരു മൂവി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്ന മൂവി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു, പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു എന്നതിന് നമുക്ക് ഒരു തെളിവ് കിട്ടുമോ എന്നുള്ളതാണ് ഞാനിനി പറയാൻ പോകുന്നത്. തെളിവ് കിട്ടും, അതായത് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റാണ്, നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നു എന്ന് നമ്മൾക്ക് പല രീതിയിൽ യൂണിവേഴ്സ് നമ്മളെ കാണിച്ചു തരും. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഒരുപാട് രീതിയിൽ നമുക്ക് യൂണിവേഴ്സ് നമ്മളുടെ മുന്നിൽ അത് കൊണ്ടുവന്ന് കാണിച്ചു തരും. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നിങ്ങളൊരു ഭയങ്കരമായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് അത് നിങ്ങളുടെ മുന്നിൽ കാണും, അല്ലെങ്കിൽ അതിൻ്റെ പേര് കാണും, അല്ല ആരെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കും. നിങ്ങൾ റാൻഡമായിട്ടൊരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവും. അതും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ചിലപ്പോൾ നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണ്, അതിൽ ആ ഒരു കാര്യത്തെപ്പറ്റി പറയുന്നുണ്ടാവും. അങ്ങനെ പല സ്ഥലത്തു നിന്ന് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഈ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് നമ്മളെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ അത്ര ആഗ്രഹിച്ച് കിട്ടിയ ആ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും, ഞാൻ എക്സാം കഴിഞ്ഞപ്പോഴും, ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോഴും, എസ്പെഷ്യലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി അവിടുന്ന് ജസ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബസ്സിലായിരുന്നു. അപ്പോൾ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വേറെ ഒരു അവരുടെ തന്നെ വേറൊരു ഓഫീസിൻ്റെ ബോർഡാണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ്, ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ, ഇതെൻ്റെതാണ്, എൻ്റെ ആകാൻ പോവുകയാണ്. അതുപോലെ പല സ്ഥലത്തും എവിടെ നോക്കിയാലും ഈ സ്ഥാപനത്തിൻ്റെ ബോർഡുകളായിരുന്നു. അപ്പോൾ അതുവരെ ഞാനിത് കണ്ടിട്ടില്ല. പക്ഷേ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എല്ലായിടത്തും ഇതിൻ്റെ ഈ ഒരു പോസ്റ്റർ, ന്യൂസ് പേപ്പർ എടുത്താൽ അത്, അല്ലെങ്കിൽ ടി വിയിലാണെങ്കിൽ അത്, അങ്ങനെ പലതും. പിന്നീട് ഇതുപോലെ എനിക്ക് പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പല സ്ഥലത്തും എനിക്കിങ്ങനെ കാണാൻ പറ്റും. ആ ഒരു വേർഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കൺട്രിയിലേക്ക് മൂവ് ഓൺ ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആ കൺട്രിയുടെ പേര് നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുവരെ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല, പക്ഷേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ അതിനെ പറ്റിയിട്ടൊരു ഇതുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം യൂട്യൂബിൽ നിങ്ങൾ ചുമ്മാ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ആ കൺട്രിയിലേക്ക് പോകാൻ അവിടേക്ക് ടൂറ് പോയ ആൾക്കാരുടെ വല്ല വീഡിയോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ ഓരോ സൈനാണ്. അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുകയാണ്. ഇപ്പം പൈസയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നിലത്ത് കിടന്നൊരു 2 രൂപ നമുക്ക് കിട്ടും. അത് നമ്മൾ റാൻഡമായിട്ട് എടുത്തൊരു ലോട്ടറി ടിക്കറ്റ് നമുക്ക് അതിൽ ചിലപ്പോൾ 100 രൂപ അടിക്കും. അതുപോലെ ലോട്ടറി വരെ നമുക്ക് ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് എന്താ പറയുക, അങ്ങനെ ലോട്ടറി മാനിഫെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയുന്നത്, അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ബമ്പർ ടിക്കറ്റ് വരെ അടിച്ച എനിക്കൊരു സുഹൃത്തുണ്ട്, ബമ്പർ ടിക്കറ്റ് വരെ അടിച്ച സുഹൃത്തുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ. അത് നമുക്ക് പോസിബിൾ അല്ലാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ അതിൽ ചാൻസ് വളരെ കുറവാണ്. ഞാനൊരു ഇത് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുള്ളത്, പക്ഷേ അത് സത്യമാണ്, അതാണ് സത്യം. ഞാൻ വിശ്വസിക്കുന്ന സാക്ഷിയായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കരമായിട്ടും വീട്ടിലെ കടങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. എന്നാലും ചെറിയ അല്ലറ ചില്ലറയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകണമായിരുന്നു, എനിക്ക് വേറെ ഓപ്ഷനില്ല, എനിക്കത് പോകണം. അപ്പോൾ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കി, വളരെ ചെറിയ തുച്ഛമായ പൈസയായിരുന്നു. അതുണ്ടാക്കി ഞാൻ കോച്ചിങ്ങിന് പോയി. കോച്ചിങ്ങിന് പൈസയുണ്ട്. പിന്നെ എനിക്ക് അവിടെ എനിക്ക് ഹോസ്റ്റലിൽ താമസിക്കാനുള്ള പൈസ ഇല്ല. അവിടെ താമസത്തിനും റെൻറ്റിനും പിന്നെ ഫുഡിനും പൈസ കൊടുക്കണം. പിന്നെ ഫുഡ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഫുഡിന് എന്തൊക്കെയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിന്ന് ലഞ്ച് കൊണ്ടുവരും. അപ്പോൾ അതിന്ന് പകുതി കഴിക്കും, പിന്നെ രാവിലെ ഒന്നും കഴിക്കത്തില്ല, പിന്നെ വൈകിട്ട് ബ്രെഡ്, അങ്ങനെ വെച്ചായിരുന്നു ഫുഡ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ ആദ്യത്തെ ഒരു 1-2 മാസമൊക്കെ പോയി. പിന്നെ എനിക്ക് റെൻറ്റ് കൊടുക്കാൻ പൈസ ഇല്ലാതെ എന്ത് ചെയ്യണം. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ നമുക്കൊരു ഓപ്ഷനില്ല, നമുക്ക് പൈസ ഒന്ന് സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ പോയിട്ടൊരു ലോട്ടറി എടുക്കും. സത്യമായിട്ട് പറയട്ടെ, എല്ലാ മാസവും എനിക്ക് കറക്റ്റായിട്ട് 3000 അല്ലെങ്കിൽ 5000 രൂപ ലോട്ടറി അടിക്കുമായിരുന്നു ആ ഒരു സമയത്ത്.
എനിക്ക് ആ ഹോസ്റ്റൽ ഫീസ് കൊടുക്കേണ്ട സമയത്ത് എനിക്ക് അത് ലോട്ടറി അടിക്കുമായിരുന്നു. ആ പൈസ ഒഴിച്ചിട്ട് ഞങ്ങൾ ഹോസ്റ്റൽ ഫീസ് കൊടുക്കുമായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്, എനിക്ക് അടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു സമയത്ത് എനിക്കറിയില്ല, ചിലപ്പം ദൈവം യൂണിവേഴ്സ് എന്നെ ആ സമയത്ത് സഹായിച്ചതായിരിക്കും, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ എനിക്ക് അങ്ങനെ പൈസ തന്ന് സഹായിച്ചതായിരിക്കും. അങ്ങനെയും സംഭവിക്കാം എന്ന് വെച്ചിട്ട് നാളെ തന്നെ പോയിട്ട് ലോട്ടറി എടുക്കുക, ഉള്ള പൈസ എല്ലാം കളഞ്ഞ് ലോട്ടറി എടുക്കണം എന്നല്ല. അത് ഭയങ്കര ലക്കും ഒക്കെയാണ്. ചിലപ്പം അടിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്താൽ ലോട്ടറി ആണല്ലോ അടിക്കുക. നിങ്ങൾ ഒരു കമൻറ്റ് എനിക്ക് 3 ലക്ഷം രൂപ വേണം ഈ മാസം, ചിലപ്പോൾ ഒരു ലോട്ടറി വഴിയായിരിക്കും നിങ്ങൾക്ക് ആ പൈസ വരുന്നത്. അങ്ങനെ പല രീതിയിലും വരാം. പക്ഷേ ഞാനീ പറഞ്ഞെന്ന് വെച്ചിട്ട് ദയവ് ചെയ്തിട്ട് പോയിട്ട് ഉള്ള പൈസ എല്ലാം അങ്ങനെ ലോട്ടറി എടുത്തെടുത്തെടുത്ത് ഒരു നശിച്ചു പോയ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ യു ക്യാൻ ട്രൈ, അതും ഒരു ട്രൈ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഒരാളുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ കേട്ട ഒരു കഥയാണ്. ഞാൻ ഒരു ഇൻ്റർവ്യൂ കണ്ടതാണ് യൂട്യൂബിൽ തന്നെ. ഒരാൾ ലോട്ടറി കിട്ടിയത്, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലേഡിയാണ്. അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പാടിൽ പൊയ്ക്കൊണ്ട്, അവർക്ക് കുറേ 4-5 മക്കളുണ്ട്. മക്കളുടെ പഠിത്തത്തിനും വിദ്യാഭ്യാസത്തിനും ഒന്നും പൈസയില്ല, ഫുഡിന് പൈസയില്ല, അവരുടെ ഹസ്ബൻഡിന് ചെറിയ ജോലി എന്തോ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ ഏതോ ഒരു വലിയ ബിഗ് ടിക്കറ്റ്, ഒരു വലിയ എന്താ പറയുക, ഒരു ജാക്ക് പോട്ടിന് വേണ്ടിയിട്ട് അവരിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, പുറം രാജ്യത്താണ്. അപ്പോൾ അവർക്ക് ഒരു ആഫ്രിക്കൻ വനിതയാണ്. അപ്പോൾ അവരിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉറപ്പാണ് എന്തായാലും അവർക്കത് ഈ ജാക്ക് പോട്ട് അവർക്ക് കിട്ടും എന്നുള്ളത്. എന്നിട്ട് അവർ പറയാണ്, അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവർ കണ്ടു ഈ ജാക്ക് പോട്ട് അടിക്കുന്നതായിട്ട് അവർ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരിട്ട് സയൻസ് കാണുക മാത്രമല്ല, നമ്മളുടെ സ്വപ്നങ്ങളിൽ പോലും നമ്മളുടെ ആ ഒരു ആഗ്രഹം നടക്കും എന്നുള്ളതിന് സയൻസ്, യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഇവരുടെ സ്റ്റോറിയിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ കണ്ട സ്വപ്നം എന്താണ്, ഇവർ ഈ ലോട്ടറി ഓഫീസിലേക്ക് ഇവരിങ്ങനെ നടന്നു പോകുന്നു. 2 സൈഡിലും നിറയെ ആൾക്കാരുണ്ട്. അവർ കൈയടിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടി കൈയടിക്കുന്നു. മൊത്തം ജനക്കൂട്ടം ഇവർക്ക് വേണ്ടി കൈയടിക്കുന്നു. ആ കൈയടിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ നടുക്കിലൂടെ ഇവർ നടന്ന് പോയിട്ട് ലോട്ടറി ഓഫീസിൽ പോയിട്ട് ആ ലോട്ടറി വാങ്ങി, ആ പൈസ വാങ്ങി അവർ സന്തോഷത്തോടെ ചിരിച്ച മുഖമായിട്ട് അവർ തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ള ഒരു സ്വപ്നമാണ് പോലും അവർ കണ്ടത്. അത് കണ്ടതിന് ശേഷം അവരുടെ വിശ്വാസം ഇരട്ടിയായി. അവർക്ക് ഉറപ്പായി എന്തായാലും കിട്ടുന്നു. എന്നിട്ട് അവർ അന്ന് ലോട്ടറി അടിക്കുന്ന ആ ദിവസം അവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ജോബ് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ വരണം, ബിക്കോസ് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ആ സ്ഥലം എവിടെയാണ്? ഇവർക്ക് ഉറപ്പാണ് എന്തായാലും ഇന്ന് ലോട്ടറി അടിക്കുന്നത് അവർക്കുള്ളതാണ് എന്നുള്ളത് അവർക്ക് ഉറപ്പ് ഉള്ളൊരു കാര്യമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് പോകണ്ടല്ലോ, കാരണം നമുക്ക് ലോട്ടറിയുടെ പൈസ മേടിക്കാൻ പോകണം എന്ന് അവർ അത്ര ഉറച്ചവർ വിശ്വസിച്ചു. അത്തവണത്തെ ജാക്ക് പോട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ നമുക്ക് പല രീതിയിലും യൂണിവേഴ്സ് നമുക്ക് എന്ത് ചെയ്തു തരും, നമുക്ക് പല രീതിയിലും നമുക്ക് സയൻസ് കാണിച്ചു തരും. അതേപോലെ തന്നെയാണ് നമുക്ക് എന്താണ് പറയേണ്ടത്, നമ്മളുടെ സ്വപ്നത്തിലൂടെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും. അതേപോലെ നമുക്ക് നേരിട്ട് നമുക്ക് ചിലപ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കും. നമ്മൾ കാണുന്നതെല്ലാം ഇതേപോലത്തെ സൈനായിരിക്കും. ഇനി അതൊന്നും അല്ലാതെ വേറൊരു സംഭവമുണ്ട്, അതായത് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയും. ചില റിപ്പീറ്റിംഗ് നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. റിപ്പീറ്റിംഗ് നമ്പേഴ്സ് നമ്മുടെ മുന്നിൽ പല രീതിയിൽ കാണാൻ പറ്റും. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ 111 അതൊരു ഏഞ്ചൽ നമ്പറാണ്. അതിൻ്റെ അർത്ഥം ഒരു ന്യൂ ബിഗിനിങ് ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത് കാണിക്കുന്നതാണ് 111. അതേപോലെ 222 222 3 എഴുതിയിട്ടുള്ളത് 222 111. അതേപോലെ 444 444 കാണുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മൾ റൈറ്റ് പാത്തിലാണ് എന്ന് കാണിക്കുന്ന സൈനാണ് പോലും 444. അതേപോലെ 555 555 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരാൻ പോവുകയാണ് എന്ന് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന സൈനാണ് 555. ചിലപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ക്ലോക്കിൽ നോക്കുമ്പം ടൈമായിരിക്കും അങ്ങനെ കാണുന്നത്, 5:55 എന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ടൈം പീസിലോ അല്ലെങ്കിൽ ചില ഫോണിൽ നോക്കുമ്പം ആ സമയത്ത് നമ്മളുടെ ഫോണിൻ്റെ ടൈം 5:55 ആയിരിക്കും. അതേപോലെ അതിനർത്ഥം യൂണിവേഴ്സ് നമ്മൾ കാണും, അതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളത് കാണും, നമ്മൾക്കത് കാണുന്ന അവസ്ഥ യൂണിവേഴ്സ് ഉണ്ടാക്കും. അതിനർത്ഥം നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോവുകയാണെന്നാണ്.
പിന്നെ 777 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡിവൈൻ മാജിക് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്, വലിയൊരു മിറാക്കിൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് അടുത്ത സൈൻ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത്, ഞാൻ ഡ്രീമിൻ്റെ കാര്യം പറഞ്ഞു, ഈ നമ്പേഴ്സ് പറഞ്ഞു, അതുപോലെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടൊരു തോന്നലുണ്ട്, എന്തായാലും ഇത് എൻ്റെയാണ്, എനിക്കുള്ളതാണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. അതേപോലെ തന്നെ ഭയങ്കര കാമായിരിക്കും നിങ്ങൾ. അതായത് ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡെസ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭയങ്കര ഇന്നർ പീസായിട്ട് സമാധാനത്തോടു കൂടി ഇതെൻ്റെയാണ്, ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എൻ്റെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഭയങ്കര ആഗ്രഹിക്കില്ലോ, ഇതെൻ്റെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് സന്തോഷമായിട്ട് നമ്മുടെ അടുത്ത് വെക്കും, നമ്മൾ മനസ്സിലും നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കും അല്ലേ. പക്ഷേ നമ്മളിപ്പം ഭയങ്കരമായിട്ട് അതിനെ, ഇപ്പം ഞാൻ പണ്ട് മാനിഫെസ്റ്റേഷനൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്കാണിത്. അപ്പം ഞാൻ ഒരു കാര്യം നടക്കാൻ ആഗ്രഹിച്ചു, ആ സമയത്ത് എനിക്ക് ചെറിയൊരു അഹങ്കാരമുണ്ട്, ഞാൻ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കും എന്ന് ചെറിയൊരു അഹങ്കാരം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഇങ്ങനെ എനിക്കിത് വേണം, ഞാൻ എഴുതുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, എന്തായാലും എനിക്കിത് വേണം. എന്നിട്ട് ആ ഒരു ഡേറ്റ് അടുക്കും തോറും എനിക്കിങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്, ഇന്ന ദിവസം ആ ഡേറ്റ് ആണല്ലോ. എന്നിട്ട് ആ ഡേറ്റ് അടുക്കും തോറും എനിക്കിങ്ങനെ ടെൻഷൻ. അന്നത്തെ ദിവസം, അതിൻ്റെ തലേ ദിവസമൊന്നും എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല, അത് കുറച്ച് ദിവസങ്ങളെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ആ ഒരു കാര്യം ഞാൻ അത്രത്തോളം ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ തലേ ദിവസം, അന്നത്തെ ദിവസമൊക്കെ എൻ്റെ ഹൃദയം ഇങ്ങനെ ടപ്പേ എന്ന് പറഞ്ഞ് അടിക്കുകയാണ്, കൈയൊക്കെ വിറയ്ക്കുന്നു. എന്നിട്ട് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവിക്കാൻ പോകുന്ന മൊമെൻ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫുൾ ബോഡി അങ്ങനെ അതിന് വേണ്ടി റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് സംഭവിച്ചില്ല, എനിക്കത് കിട്ടിയില്ല. ഞാൻ ഭയങ്കര ഡെസ്പായിപ്പോയി, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, പ്രൈഡ്, ഞാൻ എന്താഗ്രഹിച്ചാൽ എനിക്ക് ഭയങ്കര മാനിഫെസ്റ്റേഷൻ പവറാണ്, ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ ചിന്തകൾക്ക് അത്രയും ശക്തിയാണെന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ടും ഒരു പ്രൈഡ് കൊണ്ടിരുന്ന സമയമായിരുന്നു. അതിന് മേലെ കിട്ടിയ നല്ലൊരടിയായിരുന്നു അത്. ഞാനാകെ തകർന്നു പോയി. എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ഞാൻ പറഞ്ഞു, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞാൻ അത്ര ആഗ്രഹിച്ചാൽ എന്താ എനിക്കത് തരാഞ്ഞത്, അതുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെ മാറുമായിരുന്നു, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പരിഭവമൊക്കെ പറഞ്ഞു, ഞാൻ സങ്കടപ്പെട്ടു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു, എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നത് ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു, എൻ്റെ ബോഡി നെഗറ്റീവായിട്ടായിരുന്നു അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുക, എൻ്റെ കൈകാലം വിറയ്ക്കുക, എനിക്ക് ഉറങ്ങാൻ പറ്റാതെ. അതിനർത്ഥം ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ആയിരുന്നു. ഞാൻ കാമായിരുന്നില്ല, ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നില്ല, ഈവൻ എൻ്റെ ഉള്ളിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്കും എന്ത് സംഭവിച്ചത്, ഈ ഒരു നെഗറ്റീവായിട്ട് എൻ്റെ ബോഡി ഫുൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന നെഗറ്റിവിറ്റി ആയിരുന്നു. ഞാൻ ഹൈലി ഡെസ്പറേറ്റ് ആയിരുന്നു. അപ്പം ഈ ഡെസ്പറേറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കും, എനിക്കതിൻ്റെ മലയാളം അറിഞ്ഞുകൂടാ. നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കില്ല, ആ ഒരു ഫീലിങ്ങിനെയാണ് പറയുന്നത്. അപ്പം അപ്പം അങ്ങനെ ചെയ്തപ്പം അത് അവിടെ ക്രിയേറ്റ് ചെയ്ത എനർജിയും ഞാൻ യൂണിവേഴ്സിന് കൊടുത്ത സന്ദേശവും നെഗറ്റീവായിരുന്നു. അപ്പം ഞാൻ അത്രയും ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് എന്നിൽ നിന്ന് റിപ്പൽ ചെയ്തു പോകും, അത് എന്നിൽ നിന്നും തിരിഞ്ഞ് ഓടിപ്പോകും. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിഞ്ഞുകൂടാ എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇത് ഇവൾക്ക് നല്ലതാണോ ചീത്ത, അങ്ങനെയൊന്നും സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല. എൻ്റെ ചിന്തകളും ഒന്നും പോസിറ്റീവല്ല, അല്ലെങ്കിൽ എൻ്റെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് പോസിറ്റീവായിട്ടല്ല, എൻ്റെ ബോഡി കാമായിരുന്നില്ല, എൻ്റെ ബോഡി ഹാപ്പി ആയിരുന്നില്ല, എൻ്റെ മനസ്സ് ഹാപ്പി ആയിരുന്നില്ല, എൻ്റെ മനസ്സെല്ലാം ഈ ഒരു അൺസർട്ടനിറ്റി പോലെ ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു എനിക്ക്. കാരണം അത് സംഭവിച്ചേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷേ എന്നിൽ എനിക്ക് ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു അത്. ഓക്കെ, ഞാൻ കാമായിട്ടും പീസ്ഫുള്ളായിട്ടും ഇരുന്നാൽ മാത്രമേ എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഒരു ഇന്നർ പീസും ഇന്നർ കാമും നമുക്ക് തന്നെ ഉണ്ടാവും. നമുക്ക് ആ ആങ്സൈറ്റി മാറിയിട്ട് ഒരു ഭയങ്കരമായ ഒരു കാംനെസ് ഉണ്ടാവും. എന്താ ഇത് നടക്കാൻ പോവുകയാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. നമ്മുടെ ഗോഡ് നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ്, പ്രപഞ്ചം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്, നമ്മൾ പേടിക്കേണ്ട ആവശ്യം, എന്തായാലും നടക്കും എന്നുള്ള ആ ഒരു കാംനെസ് നമ്മളുടെ ഉള്ളിൽ വരും. അതാണ് അടുത്ത ഒരു സൈൻ. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിറ്റാച്ച്ഡ് ഫീലിംഗ് വരും. ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു അറ്റാച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ഡിറ്റാച്ച്ഡ്. ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അതിനോടുള്ള ആ ഒരു അഭിനിവേശം നമ്മളിൽ നിന്ന് പതുക്കെ മാറും. നമുക്ക് നമ്മളത് ലെറ്റിങ് ഇറ്റ് ഗോ, അത് അങ്ങനെ പൊക്കോട്ടെ പൊക്കോട്ടെ എന്ന് മീൻസ്, അതായത് നമ്മൾ അതിൻ്റെ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുക, അതിൻ്റെ പുറകെ ഇങ്ങനെ ചേസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് നമ്മളിൽ നിന്നും അകന്നു പോവുക ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും അതിപ്പോൾ എന്ത് തന്നെ നമ്മൾ ഒന്നിൻ്റെ പുറകെ നമ്മൾ ചേസ് ചെയ്ത്, അത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, നമ്മൾ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പുറകെ ഇങ്ങനെ ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ നമ്മൾ ഇത് ആക്ച്വലി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിറ്റാച്ച്ഡ് ഫീലിംഗ് നമുക്കുണ്ടാവും. ഞാനതിന് പുറകെ പോകേണ്ട കാര്യമില്ല, അത് എന്തായാലും എൻ്റെ ആണ് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരും. അല്ല നമുക്ക് ഭയങ്കരമായിട്ടും നമുക്ക് അതിനെ ചേസ് ചെയ്യാനുള്ളൊരു ഫീലിംഗ് ആണ്, അതിനെ ഭയങ്കരമായിട്ട് പിന്തുടരാനുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നതെങ്കിൽ അതിനർത്ഥം നമ്മളുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റ് അല്ല എന്നാണ് അർത്ഥം. ആ ഒരു ഫീലിംഗ് ഓഫ് ഡിറ്റാച്ച്ഡ് അത് നടക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ലൈഫിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം 5 വർഷം, ഇപ്പം എൻ്റെ ലൈഫിലെ 5 വർഷം ഇനി നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് ഞാൻ പ്ലാൻ ചെയ്ത കാര്യത്തിൻ്റെ തുടക്കമാണിത്. അതിനുവേണ്ടി ഞാൻ എല്ലാം റെഡിയാക്കി. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് ഫേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിഷമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും വിഷമിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതെന്നിൽ നിന്ന് വീണ്ടും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. സോ നൗ ഞാൻ അതിനെപ്പറ്റി അധികം വറീഡല്ല, തിങ്ക് ചെയ്യുന്നില്ല. പോട്ടെ, അതിൻ്റെ വഴിക്ക് പോട്ടെ, എന്തായാലും അത് സംഭവിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നുള്ള ഒരു സ്റ്റേജിലാണ്. ആ ഒരു സ്റ്റേജ് ഉണ്ടാവും, ലൈഫിലുണ്ടാവും. പക്ഷേ അതിനെപ്പറ്റി അധികം എന്താ പറയുക, അതിൻ്റെ പുറകെ ഇങ്ങനെയെല്ലാം നടക്കണം, ഇങ്ങനെ. പിന്നെ ഒന്നും പിടിച്ച് വാങ്ങരുത്, ദൈവത്തിൽ നിന്നും നമ്മൾ ഒന്നും പിടിച്ച് വാങ്ങാൻ ശ്രമിക്കരുത്. അങ്ങനെ പിടിച്ച് വാങ്ങിയാൽ പോലും നമുക്കത് നല്ലതായിട്ട് നമുക്ക് ഭവിക്കത്തില്ല. ലെറ്റ് ഇറ്റ് ഗോ, അത് പോട്ടെ, നമ്മളിലേക്ക് തന്നെ അത് വരും. നമ്മൾക്കുള്ളതാണ്, നമ്മൾക്കത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് തന്നെ വരും. ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് ലെറ്റ് ഇറ്റ് ഹാപ്പൻ, അതെന്തായാലും സംഭവിക്കും, എൻ്റെ ഗോഡ് എൻ്റെ കൂടെയുണ്ട്, യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്, പിന്നെ എന്തിനാ എന്നുള്ള ആ ഒരു ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ തന്നെ ആ ഒരു പീസ് വരും. ഓക്കെ, പിന്നെ അടുത്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ വരും. നമ്മൾ ഒട്ടും കാണാത്ത രീതിയിൽ പെട്ടെന്ന് പല ഓഫേഴ്സ്, ഐഡിയാസ്, അതേപോലെ പണം, ആൾക്കാർ, നമ്മൾ ഒരിക്കലും ഇതുവരെ കണ്ടിട്ട് പോലില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മളുടെ മുന്നിലേക്ക് ചില ആൾക്കാർ പ്രത്യക്ഷപ്പെടും. നമ്മൾക്ക് പല വഴികൾ തുറന്ന് തരുന്ന പോലെ പല ആൾക്കാരും മുന്നിലേക്ക് വരും. എന്താ പറയുക, ചിലപ്പോൾ നമ്മളെ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും വരും, അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് നമ്മളുടെ കൂടെ ആരെങ്കിലും വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. അങ്ങനെ നമ്മളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ചുറ്റും നമ്മളറിയാണ്ട് തന്നെ വരും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഭയങ്കര എക്സാമ്പിളൊന്നുമല്ല, പക്ഷേ ഞാൻ വീട് പണിയുന്ന സമയത്ത് ഞാനൊരു പെൺകുട്ടിയാണ്. എനിക്ക് ഈ പറയുന്ന പോലെ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ പാരൻസ് ആണെങ്കിലും ഏജ്ഡാണ്, അവരാണെങ്കിലും ഭയങ്കര പാവങ്ങൾ, അവരെ എല്ലാവരും പറ്റിക്കും, അവർ ഭയങ്കര ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ പക്ഷേ എങ്ങനെയാണ് പറയുന്നത്, ഞാൻ ദൂരെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വീട് പണിയുന്നിടത്ത് നിന്നും ഫോണിലൂടെ മാത്രമാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യും എന്നുള്ളത്. കാരണം എനിക്ക് അവിടെ വീട് പോയി നിന്ന് പണിയാൻ പറ്റത്തില്ല. എനിക്ക് ആൾക്കാരുടെ നല്ലതും ചീത്തയും, അവർ ശരിയാണോ തെറ്റാണോ ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ പാരൻസിന് മനസ്സിലാവില്ല. ആരെങ്കിലും നല്ല രീതിയിൽ ചിരിച്ച് കാണിച്ചാൽ അവരത് സത്യമാണെന്ന് വിചാരിക്കും. അപ്പോൾ എങ്ങനെ ഇത് പോസിബിൾ ആകും, ആൾക്കാർ പറ്റിക്കോ, ഒരുപാട് ആൾക്കാർ പറ്റിക്കോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, ഈ നിമിഷം വരെ എനിക്ക് എൻ്റെ വീട് പണിക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ, അത്രയ്ക്കും നല്ല ആൾക്കാർ. ഇപ്പോൾ ഞങ്ങളുടെ കോൺട്രാക്ടർ ആണെങ്കിലും, ഈവൻ നമ്മുടെ എന്താണ് പറയുന്നത്, ഈ തേക്കാൻ വന്ന പണിക്കാരാണെങ്കിലും, അതേപോലെ ഇത് പെയിൻ്റ് അടിക്കാൻ വന്നവർ, അതേപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ വന്ന ആൾക്കാരൊക്കെ എത്ര നല്ല ആൾക്കാരായിരുന്നു അറിയോ. ഇടയ്ക്ക് എനിക്ക് മോശം ആൾക്കാർ വന്നു, പക്ഷേ അവരെ ഈസി ആയിട്ട് അവർ പോയിട്ട് നല്ല ആൾക്കാരെന്ന് വെച്ചാൽ അത്രയും 100% ആത്മാർത്ഥതയും 100% നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ചെയ്തു തരുന്ന ആൾക്കാർ ഇങ്ങോട്ടേക്ക്, അതായത് ഒരാൾക്കാർ ഇന്ന ആൾക്കാരെ സജസ്റ്റ് ചെയ്തു തന്നു. ഇപ്പോൾ പെയിൻറ്റ് പണിക്കാർ വന്ന് അലുമിനിയം ഫാബ്രിക്കേഷൻകാരെ സജസ്റ്റ് ചെയ്തു തന്നു. അലുമിനിയം ഫാബ്രിക്കേഷൻകാരൻ എന്ത് ചെയ്തു, അവരുടെ മറ്റേ എന്താണ് നമ്മുടെ മുറ്റം ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ. അങ്ങനെ നമുക്ക് ഓരോ ആൾക്കാരെയും എനിക്ക് ഇങ്ങോട്ടേക്ക് ഞാനൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഈവൻ സ്ഥലം മേടിക്കുന്ന സമയത്ത് പോലും ഞാൻ ആ സ്ഥലം ഒരു തവണ പോയി കണ്ടതേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഓടി നടന്ന് സെറ്റ് ചെയ്ത് തന്ന ഒരാളെ എനിക്ക്
എവിടുന്നോ ആ പുള്ളിയിലെ എല്ലാം ചെയ്തു തന്നത്. ഈവൻ ലീഗൽ ഒപ്പീനിയൻ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലീഗൽ ഒപ്പീനിയൻ റെഡിയാക്കാനായിട്ടും അതേപോലെ വില്ലേജിലും പഞ്ചായത്തിലും പോയി എല്ലാം റെഡിയാക്കാനായിട്ടും ആ ഒരു ആ ഒരു കാക്കനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഭയങ്കരമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട് പുള്ളിയുടെ സർവീസ് ചാർജ് പക്ഷേ വളരെ തുച്ഛമായ പൈസയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് പൈസ കൂടുതൽ കൊടുത്തു. എന്നാൽ പോലും അതൊന്നും പോരാ പുള്ളി ചെയ്ത സർവീസിന്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ ഡ്രീം നടക്കാൻ വേണ്ടി നമ്മളുടെ മുന്നിൽ വരും. ഇപ്പം ഞാൻ പറയാം, ഞാൻ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഡിപ്രസീവ് സ്റ്റേറ്റിൽ, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കൊക്കെ ഭയങ്കര വിഷമം വന്നാൽ ഞാൻ എങ്ങനെയാണെന്നറിയോ അത് കോപ്പ് അപ്പ് ചെയ്യാൻ, ഞാൻ കുറേ ഫുഡ് കഴിക്കും, പറ്റുന്ന ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ആ സമയത്ത് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് പൈസ ഉണ്ടല്ലോ, അപ്പം കിട്ടുന്ന ഫുഡെല്ലാം മേടിച്ച് കഴിച്ച് ഞാൻ നല്ല തടിച്ചിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. അപ്പം വെയിറ്റ് കുറയ്ക്കാനും ഞാൻ മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ എനിക്കിപ്പോൾ 50 kg ആണ് എൻ്റെ വെയിറ്റ് 50 kg ആണ്, 50 kg ആണ്. അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ മുന്നിൽ കാണുന്നതെല്ലാം ഹെൽത്തി ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പീസ് കാണുന്നു. അതേപോലെ എന്താ പറയുക, എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നു, ജിമ്മിൽ പോകുന്നവർ അതിന് സംസാരിക്കുന്നു. ഞങ്ങളൊരു ജിമ്മിൽ പോകുന്ന ഒരു ടീം ഉണ്ടാക്കി. എന്നിട്ട് ഞാനൊരു ജിമ്മിൽ പോകാൻ തുടങ്ങി. പക്ഷേ ഞാൻ മടിച്ചായതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പോകുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു പാർലറിൽ പോയപ്പോൾ അവിടെയുള്ള അവർ നല്ലൊരു ഇവരെ സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ നല്ലൊരു ജിമ്മിൽ പോയിട്ട് എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഓരോരോ അടയാളങ്ങൾ, ഓരോരോ ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരും. അത് ഭയങ്കര ഇതായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും എഫേർട്ട് ഇടണ്ട, ആൾക്കാർ നമ്മളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവിടെ എനിക്ക് പരിചയമുള്ളൊരു ഗേളാണ് എനിക്ക് നല്ലൊരു ജിമ്മും അവരുടെ ഇൻസ്ട്രക്ടറൊക്കെ പറഞ്ഞു. അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. അപ്പം ഞാൻ 50 kg ആണ് ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ 50 kg ആയി. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ പവർ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഇതൊക്കെ ചെറിയ ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന, ഞാനൊന്നും ഓർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടോ അല്ല നിങ്ങളടുത്ത് പറയുന്നത്. എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് വെച്ച് പറയുന്നതാണ്. ചിലപ്പോൾ ഞാനതെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ പോസ്റ്റ് ഞാൻ ആ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നും, അവൾ ഇത്രയും വലിയ പ്രശ്നമുള്ളപ്പോൾ അവളുടെ ഒരു വെയിറ്റ് കുറയ്ക്കൽ. പക്ഷേ അത് എൻ്റെ മൈൻഡിൽ അതാണ് വന്നത്. എന്നുവെച്ചാൽ അതൊക്കെ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം വേറെ ആരും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു കാര്യം ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതാണ് അടുത്ത കാര്യം. പിന്നെ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് തന്നെ എന്താ പറയുക, ഇതെൻ്റെ സ്വന്തമാണെന്ന് നമ്മൾ തന്നെ ഒന്ന് ഫീൽ ചെയ്ത് നമ്മൾ അതനുസരിച്ച് നമ്മൾ ഇങ്ങനെ അതേപോലെ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഞാൻ ഭയങ്കര ഇപ്പോൾ കൂളാണല്ലോ, എന്നുവെച്ചാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഞാൻ ഇത്രയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അത് ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമാണ്. ആ നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും ഒരു കാറ്റസ്ട്രോഫിക് ഇവൻ്റ് ഉണ്ട്. അതായത് ഒരു മോശം സംഭവം ഉണ്ടാവും, മൊത്തം എല്ലാം തകർന്ന് തരിപ്പണമാവുന്നു നമ്മുടെ മുന്നിൽ, അതിങ്ങനെ തകർന്നില്ലാണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഭയന്നിട്ടുണ്ട്. കണ്ടോ ഞാൻ അത്ര ഇതായിട്ട് എൻ്റെ ലൈഫ് മൊത്തം തകർന്നു എന്ന് വിചാരിക്കുന്ന ഒരു സംഭവം. പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങളടുത്ത്, ആ മോശം കാര്യം സംഭവിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? യൂണിവേഴ്സ് ഒരു കാര്യം നമ്മളിങ്ങനെ ഉണ്ടാക്കി വരിക, അത് മൊത്തം ഉടച്ച് മാറ്റി വീണ്ടും പുതിയ ബ്ലോക്കായിട്ട് അതിനെ ബിൽഡ് ചെയ്ത് നമ്മളുടെ മുന്നിൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കത് കൊണ്ടുതരും. അത് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്തൊരു നല്ല കാര്യം വരാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര മോശമായിട്ട് കുറേ കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ വിഷമിക്കും, കരഞ്ഞ് സങ്കടപ്പെട്ട് എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കും. എന്നിട്ട് ആകെ തകർന്ന് തരിപ്പണമാകുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിട്ടൊരു സംഭവം മുന്നിൽ വരും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എൻ്റെ ലൈഫിലുണ്ടായി. പക്ഷേ ആദ്യമൊക്കെ ഞാൻ തകർന്ന് തരിപ്പണം, പിന്നെ ഇപ്പം ഞാനില്ല. എനിക്കറിയാം അങ്ങനെ മോശം സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നതിന് മുന്നെയാണ് ഈ മോശം കാര്യം സംഭവിക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ഞാൻ എന്താ പറയുക, ഞാൻ എൻട്രൻസൊക്കെ എഴുതി. അപ്പം ആ സമയത്ത് നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ
അടിച്ച് താഴ്ത്തുന്ന സമയം. അപ്പോൾ എന്നോട് ഡിഗ്രിക്ക് പോവണ്ട, നീ വല്ല TTCക്ക് വല്ലതും പോയാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ച് സിവിൽ സർവീസ് കയറണം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഞാനും ഭയങ്കര മാനസികമായിട്ട് തകർന്ന് നിൽക്കുക. ഞാൻ പറയില്ല, എന്ത് ചെയ്താലും ഞാൻ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ എൻട്രൻസൊക്കെ എഴുതിയിട്ട് ഞാൻ മറ്റേ മെഡിക്കൽ എൻട്രൻസും എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസും എഴുതിയിട്ടുണ്ടായിരുന്നു. രണ്ടും എനിക്ക് കിട്ടിയില്ല. ഞാൻ മാത്സിൽ അത്ര നല്ല ബുദ്ധിയുള്ള ആളൊന്നുമല്ല. ഞാൻ കോച്ചിങ്ങിന് പോയില്ല. കോച്ചിങ്ങിന് പോകാനുള്ള അവസ്ഥയൊന്നും നമുക്കില്ലല്ലോ. പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ പഠിക്കാനുള്ള ബുക്കും ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ ഞങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ബുക്സൊക്കെ മാത്രം, അത് തന്നെ ആരുടെ നിന്നൊക്കെയോ കടം മേടിച്ച ബുക്കോ ഒക്കെയാണ് അങ്ങനെ പഠിച്ചത്. ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത്. എനിക്ക് കിട്ടിയില്ല, ഫസ്റ്റ് ചാൻസിൽ കിട്ടില്ല. ഫസ്റ്റ് ചാൻസ് കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്ന് എന്നെ ഒത്തിരി കളിയാക്കുകയും ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. നീ എന്തായാലും നിനക്കിതൊന്നും കിട്ടാൻ പോകുന്നില്ല, നിൻ്റെ പാരൻസ് ഓൾറെഡി തന്നെ അവർക്ക് സുഖമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, വേഗം വല്ല പഠിച്ച് എന്തെങ്കിലും ചെറിയ ജോലി കിട്ടാൻ നോക്ക്, വല്ല TTCക്ക് എങ്ങാനും പോ. TTCക്ക് പോയി നിനക്കറിയോ, നിനക്ക് കുറേ പഠിച്ച് പിന്നെ കോളേജ് ലെക്ചറർ വരെ ആവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് എൻ്റെ പാരൻസിനും ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവരും ഭയങ്കര, അവർക്ക് അതിനെ എതിർത്തൊന്നും പറഞ്ഞ ശീലമില്ല. അപ്പോൾ അവരൊന്നും മിണ്ടില്ല. അപ്പോൾ ഞാൻ ആ സെക്കൻഡ് അവരുടെ അടുത്ത് എതിർത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ എന്തായാലും TTCക്ക് പോകുന്നില്ല, ഞാൻ എന്തായാലും ഡിഗ്രിക്ക് പോകും എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ അപ്പം ഞാൻ ഭയങ്കര അഹങ്കാരിയൊക്കെ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ട്, ഡിഗ്രി എടുത്തിട്ട് നീ എന്ത് ചെയ്യും എന്നൊക്കെ എൻ്റെ മുഖത്തേക്ക് പുച്ഛത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡിഗ്രി എടുത്തിട്ട് ഞാൻ IAS എടുത്ത് ഞാൻ കളക്ടറാവും എന്നൊക്കെ ഞാൻ അന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷേ അന്നൊന്നും എനിക്കങ്ങനെ സംഭവിക്കും എന്നുള്ള ഉറപ്പൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ ഐ ഹാഡ് ദാറ്റ് ഡ്രീം. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രിക്ക് പോയിട്ട് ജോയിൻ ചെയ്യാൻ പോയി. അപ്പോൾ എന്തായാലും എനിക്ക് എൻട്രൻസ് ഒന്നും കിട്ടിയില്ലല്ലോ. ഞാൻ അങ്ങനെ പോയി നിന്നപ്പോഴത്തേക്കും ഞാനവിടെ എന്താ പറയുക, ഇങ്ങനെ ഡിഗ്രിക്ക് ചേരുമോ, അപ്പോൾ വലിയ ക്യൂ ഇങ്ങനെ നമ്മൾ, അപ്പം ഏതാ ഡിഗ്രി കെമിസ്ട്രിയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, ഞാൻ ചേരാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നേ വെച്ചിട്ട് അഡ്മിഷൻ അന്നത്തെ ദിവസത്തെ ക്ലോസ് ആയി. അതായത് അവർ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇത് വരുമല്ലോ, എന്താ പറയുന്നത്, ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ച് വെക്കുക ചെയ്യുക. അപ്പോൾ അന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ അന്ന് അവർ സർട്ടിഫിക്കറ്റ്സ് മേടിച്ച് വയ്ക്കും. പിന്നെ മൺഡേ തുറക്കത്തുള്ളൂ. അപ്പോഴും നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പില്ല. ഞാനാകെ വിഷമിച്ച് പണ്ടാണ്, അയ്യോ എൻ്റെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക, എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്ത് ഞാനാകെ വിഷമിച്ച് 2 ദിവസം മൊത്തം ഞാൻ വിഷമിച്ച്. അയ്യോ ഇനിയിപ്പം മൺഡേ പോലും കിട്ടുമെന്ന് നടക്കണം. ഓൾറെഡി കുട്ടികൾ ഫില്ലായതുകൊണ്ടാണോ അവർ സ്റ്റോപ്പ് ചെയ്തത്? എൻ്റെ മുന്നിൽ വെച്ചിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്തു. മൺഡേ ഒന്നും കൂടെ പോയി നോക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ അഡ്മിഷൻ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. അന്ന് അഡ്മിഷൻ കിട്ടിയത് അവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ച് വെച്ച് എനിക്ക് അഡ്മിഷനൊക്കെ തന്ന് എനിക്ക് ക്ലാസ്സിൽ പോകാൻ തുടങ്ങാമായിരുന്നു. പക്ഷേ എനിക്ക് അഡ്മിഷൻ അവിടെ വെച്ച് സ്റ്റോപ്പായി. ഞാനാകെ വിഷമിച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന സമയത്താണ് സാറ്റർഡേ ആണോ സൺഡേ എനിക്ക് ഓർമ്മയില്ല, കുറേ വർഷം മുന്നേ കോള് വരുന്നത്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ലോയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ LLBക്കുള്ള അഡ്മിഷൻ്റെ എന്താ പറയുക, ഞാൻ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സെക്കൻഡ് എനിക്ക് മനസ്സിലായി, ഓക്കേ, അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ആ അഡ്മിഷൻ അവിടെ എൻ്റെ തൊട്ട് മുന്നേ വെച്ച് അവിടെ സ്റ്റോപ്പായത്. എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചതാണ്. കാരണം അന്ന് അവരവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവർ മേടിച്ച് വെച്ചേനെ, ഉള്ളിലെടുത്ത് വെച്ചേനെ. പിന്നെ എനിക്ക് മൺഡേ പോകുമ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അഡ്മിഷന് വേണ്ടിയിട്ടാണ് പോണത് എവിടെ, LLBക്ക്. ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, മോശം കാര്യങ്ങൾ ലൈഫിൽ വരുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടും എനിക്കങ്ങനെ മനസ്സിലായിട്ടൊന്നുമില്ല. പിന്നെയും പല മോശം കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ തകർന്നടിഞ്ഞു. പിന്നെ നല്ല കാര്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണല്ലേ അതങ്ങനെ ആയത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതേപോലെ ഒരു മോശം കാര്യം ലൈഫിൽ സംഭവിക്കും, നല്ല കാര്യം വരുന്നതിന് തൊട്ട് മുന്നേയായിട്ട്. അത് കണ്ടിട്ട് ഭയപ്പെടുകയോ വിരളുകയോ ചെയ്യരുത്. ഉറച്ച് വിശ്വസിക്കുക, യൂണിവേഴ്സിനെ മുറുക്കെ പിടിക്കുക. എന്തായാലും സംഭവിക്കും, ഇതെൻ്റെ സ്വന്തമാണ്, ഇതെനിക്കുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കുറേ സൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാജിക്കൽ നമ്പേഴ്സ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മൈൻഡിൽ വന്നിട്ടുണ്ടാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നമ്പർ വൈസായിട്ട് എഴുതിയിട്ട് തരാം. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, അപ്പം വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കാണണമെന്നൊന്നുമില്ല, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
പിന്നെ എന്താണ് ഓക്കെ, നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഓൾറെഡി ഭയങ്കര ഹെക്ടിക് ജോബാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മെസ്സേജ് കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ മാക്സിമം വീഡിയോസിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അങ്ങനെ എനിക്കിതിന് മറുപടി തരാൻ പറ്റുന്നുള്ളൂ. മാക്സിമം ലൈക്കും കമൻസൊക്കെ ചെയ്യുന്നുണ്ട്. പറ്റുന്ന ആൾക്കാർക്ക് ഞാൻ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തരാൻ വിട്ടുപോയെങ്കിൽ മനസ്സിൽ വിഷമം വിചാരിക്കരുത്. നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ചില കമൻസ് കാണാനും പറ്റുന്നില്ല. അപ്പോൾ കാണുന്നൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഉത്തരം വേണം എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾ മെയിൽ അയച്ചോളൂ. പിന്നെന്താണ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.